ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫേസ് ചെയ്തൊരു സ്ട്രഗിൾ ആണ് ഈ 10,000 പൗണ്ട്സ് പെർ മന്ത് എങ്ങനെ മേക്ക് ചെയ്യും. ഈ ഒരു കാര്യം എന്റെ മൈൻഡിൽ ഇങ്ങനെ കിടക്കും. എപ്പോഴും ഇത് തന്നെയായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഫോക്കസ് ചെയ്ത് എനിക്ക് ഒരു ഗോളും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. എന്റെ ചെറിയ ടാർഗറ്റ്സ് ഒന്നും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ എന്ത് അച്ചീവ് ചെയ്താലും 10,000 പൗണ്ട് പെർ മന്ത് എപ്പോൾ ആക്കാനാണ്, എത്രമാത്രം സ്ട്രഗിൾ ചെയ്യണം, ഇനി എപ്പോഴായിരിക്കും എത്തുന്നത്, ഇതെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു സ്ട്രഗിളിൽ നിന്ന് ഓവർകം ചെയ്യാൻ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഐ ഫോക്കസ്ഡ് ഓൺ, ഞാൻ എന്റെ ജോലിയിൽ നിന്ന് 2,000 പൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എങ്ങനെയാണ് ഒരു ബിസിനസ് ചെയ്തിട്ട് ആദ്യം എന്റെ ജോലിയിൽ നിന്ന് കിട്ടുന്ന സാലറി റീപ്ലേസ് ചെയ്യുന്നത്. സോ അതായിരുന്നു ഞാൻ ആദ്യം ഫോക്കസ് ചെയ്തത്. സോ അതിനുവേണ്ടി കുറെ ട്രൈ ചെയ്തു, കുറെ കഴിഞ്ഞു. ഞാൻ അത് ഫുൾ എന്റെ ജോലിയിൽ നിന്ന് കിട്ടിയ ക്യാഷ് ബിസിനസ്സിൽ കൂടെ ജനറേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്റെ ജോലി ക്വിറ്റ് ചെയ്തു. കാരണം ഞാൻ അത്രയും വലിയ റിസ്ക് എടുത്തു. ഒരിക്കലും നിങ്ങളാരും അത് ചെയ്യാൻ ഞാൻ പറയുന്നില്ല, എന്നാലും ഞാൻ അത് ചെയ്തു. എന്നിട്ട് വിത്തിൻ ഫ്യൂ മന്ത്സ് ഞാൻ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്തു. ആൻഡ് ദെൻ ഇവൻച്വലി കുറച്ച് കൂടി വന്നു. പക്ഷെ സ്റ്റിൽ ഒരു 3,000 4,000 മാർക്ക് ക്രോസ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് നേരെ 10K എത്തി. അപ്പോൾ നമ്മളെ ചെറിയ ടാർഗറ്റ്സിൽ എയിം ചെയ്യുക. ചെറിയ ടാർഗറ്റ് എയിം ചെയ്ത് നമ്മൾ ആ ഒരു ഗോളിൽ എത്തിക്കഴിയാൻ നേരത്തെ അടുത്ത ഗോളിൽ എത്താനുള്ള വഴി ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓപ്പൺ ആവും. സോ നമ്മൾ ആദ്യമേ 10K എത്താനുള്ള ഒരു ഗോൾ, ആ ഒരു ടാർഗറ്റ് എത്താൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നതിന് പകരം ചെറിയ ടാർഗറ്റ് എത്താൻ നോക്കുക. 2,000 3,000 പൗണ്ട്സ് പെർ മന്ത് എത്താൻ നോക്കുക. അത് എത്തിക്കഴിയാൻ നേരത്തെ അടുത്ത ടാർഗറ്റ്, ബിഗർ ടാർഗറ്റിലേക്ക് എത്താനുള്ള ആ ഒരു വഴി നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. ആ സമയത്ത് നമ്മുടെ മെന്റാലിറ്റി ഡിഫറെന്റ് ആയിരിക്കും, നമ്മുടെ സർക്കംസ്റ്റാൻസസ് ഡിഫറെന്റ് ആയിരിക്കും, നമ്മുടെ സർക്കിൾ കമ്മ്യൂണിറ്റി ഡിഫറെന്റ് ആയിരിക്കും, നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പം പുതിയ കാര്യങ്ങൾ, പുതിയ ഡോസ് നമുക്ക് ഓപ്പൺ ആവും. അപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത ടാർഗറ്റിൽ നമുക്ക് എത്താൻ പറ്റും. അത് എത്തിക്കഴിയാൻ നേരത്തെ മേ ബി 20,000 പൗണ്ട്സ് പെർ മന്ത് എത്താനുള്ള പുതിയ വഴികൾ നമുക്ക് ഓപ്പൺ ആയി മാറും. അപ്പം ചെറിയ ടാർഗറ്റിൽ ഫോക്കസ് ചെയ്യുക, അതായത് ഫോക്കസിംഗ് ഓൺ ദ ബിഗർ പിക്ചർ.